നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈശ്വരനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഈശ്വര ശക്തി നമുക്ക് എങ്ങനെയാണ് അനുഭവവേദ്യമാവുന്നത് എന്ന്. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ നാം എല്ലാം ഈശ്വരന്മാരാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഈശ്വരീയമായ ശക്തിവിശേഷങ്ങൾ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ഈശ്വരന് സമനാണ്. നമുക്കതറിയുന്നില്ല. ഈശ്വരൻ എല്ലാം അറിയുന്ന ആളാണ്. ആകാശത്തുള്ള സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്വയം ഭ്രമണവും കറക്കവുമൊക്കെ ചെയ്ത് നിലനിൽക്കുന്നത്. ഈ ഭൂമി ഒരു ആകർഷണ ശക്തിയാൽ നിലനിൽക്കുന്നു. നാം ഭൂമിയിൽ നിൽക്കുന്നത് ഗുരുത്വാകർഷണ ശക്തിയാലാണെന്ന് ശാസ്ത്രത്തിലൂടെ നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രവും ഒരു ശക്തിവിശേഷത്തെ സമ്മതിക്കുന്നു. ആ ശക്തിയെ നാം ഈശ്വരശക്തി എന്ന് വിളിച്ചാൽ വിശ്വാസികൾക്ക് അങ്ങനെ വിളിക്കാം, തെറ്റില്ല. ഓരോ മതവിഭാഗക്കാരും അവരവരുടെ രീതിക്കനുസരിച്ചും അവരവരുടെ ആചാരത്തിനനുസരിച്ചും പ്രപഞ്ചശക്തിയെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിക്കുന്നു. നമുക്കറിയാം, ബൾബിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടുന്നു, ഫാനിൽ നിന്നും കാറ്റ് കിട്ടുന്നു, അയൺ ബോക്സ് ഉപയോഗിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ ഇസ്തിരിയിടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് കറണ്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ കറണ്ടിനെ ഈശ്വരശക്തിയായിട്ട് നാം സങ്കല്പിക്കുകയാണെങ്കിൽ, അപ്പോൾ അനുഭവതലത്തിൽ വരുമ്പോൾ ഓരോ രീതിയിലാണത് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുപോലെ തന്നെ ഈശ്വരൻ്റേതായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ നമ്മുടെ അനുഭവതലത്തിൽ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഈശ്വരശക്തിയിലുള്ള വിശ്വാസം അത് നമ്മുടെ ഉള്ളിലാണ്. നമുക്കൊരാളുടെ കാര്യമെടുക്കാം, അദ്ദേഹത്തിന് ഈശ്വരനിലൊന്നും വിശ്വാസമില്ല, എന്നാൽ ശാസ്ത്രത്തിൽ നല്ല വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നു, ആവശ്യമായ പോഷക ആഹാരങ്ങൾ കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ആവശ്യത്തിന് വിശ്രമിക്കുന്നു, നന്നായി ഉറങ്ങുന്നു, ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം ആഡംബര കാറിൽ യാത്ര പോകുന്നു. ആ യാത്ര മധ്യേ എതിരെ വന്ന മറ്റൊരു കാർ ആ വാഹനത്തിൽ കൂട്ടിയിടിക്കുന്നു. അദ്ദേഹത്തിന് അപകടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒടിയുന്നു, ഗുരുതരമായ പരിക്ക് പറ്റുന്നു. ഇവിടെയാണ് നാം എത്രമാത്രം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചാലും നാം അറിയാത്ത ഏതോ ഒരു പ്രാപഞ്ചിക ശക്തി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ കൊണ്ടുതരുന്നു. ഇവിടെയാണ് നാം ഒരു പ്രപഞ്ചശക്തിയെ വിശ്വസിച്ചു പോകുന്നത്. അത്തരം ഒരു ശക്തിവിശേഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ശക്തിവിശേഷം നമ്മെ നിയന്ത്രിക്കുന്നു എന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് ഈശ്വരനിൽ ഒരു ഭയമുണ്ടാവുന്നത്. അപ്പോൾ ഈശ്വരനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോരാൾക്കും അനുഭവ തലത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന, അവർ പ്രാർത്ഥിക്കുന്ന ഈശ്വരനിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഒരാൾക്ക് പകർന്നു കൊടുക്കേണ്ടതല്ല, സ്വയം ആർജിക്കുന്നതാണ് വിശ്വാസം. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യവും. ഏറ്റവും ആത്യന്തികമായി പറഞ്ഞാൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം, അതാണ് ഈശ്വരൻ എന്ന് പറയേണ്ടി വരും. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ പിടിച്ചു നിർത്തുന്ന, അതിൻ്റെ ഉള്ളിൽ എങ്ങും വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ നാം അതിൽ ലയിച്ചു പോയിരിക്കുന്നു. ഈശ്വരനുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളിലുമുണ്ട്. അത് സ്നേഹമായിട്ട്, സത്യമായിട്ട് അത് അങ്ങനെ പ്രശോഭിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ദേവാലയങ്ങൾ സന്ദർശിക്കണമെന്നോ പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ പോകണമെന്നോ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഹൃദയ ശ്രീകോവിലിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അറിയുവാൻ നാം ഒരു നിമിഷം ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മളിൽ നന്മയായും
നമ്മളിൽ സത്യമായും വിളങ്ങി നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയേണ്ടി വരും. ആ ചൈതന്യത്തെ അറിയുവാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മളും ഈശ്വരന്മാരായിത്തീരുന്നു. നാം പരിപൂർണമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഈശ്വര തുല്യരായി എന്ന് പറയേണ്ടി വരും. ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം പിന്നെ അവിടെയില്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നാം എത്തുകയും ചെയ്യും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.